ജോസഫ് കുരുള. നമ്മുടെ ദൃശ്യം സിനിമ 1, 2 ഷൂട്ട് ചെയ്ത വീടാണ്. ഇപ്പോൾ 3 ഉണ്ട്. ഇപ്പോൾ 1 ഹിറ്റായി, 1, 2ഉം 3ഉം. അപ്പോൾ ചേട്ടാ ദൃശ്യത്തെ പറ്റിയൊരു സിനിമ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന്. ദൃശ്യം സിനിമ എന്ന് പറയുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിക്കാരൻ്റെതായ ഒരു സാധാരണ ഒരു വീട് അവർ സെലക്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമ 1 തുടങ്ങി, 2 തുടങ്ങി, 3 പൂർത്തിയാക്കി. അപ്പോൾ 1 തുടങ്ങി, 2 തുടങ്ങി, 3 തുടങ്ങി, അങ്ങനെ 1 ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സാധാരണ കുടുംബം, ജോർജുട്ടി കുടുംബം സാധാരണ കുടുംബമാണ്. കൃഷി ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ കമ്പോസ്റ്റ് കുഴി കുഴിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊന്നും അവസാനിപ്പത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിളിക്കാത്തൊരു അതിഥി പറ്റിപ്പോയി. അങ്ങനെ അത് പിന്നെ അത് കൊലപാതകമായി, പിന്നെ കേസായി, വഴക്കായി, അങ്ങനെ നീക്കി കൊണ്ടുപോകും. നമ്മുടെ ജോസഫ് സാർ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ഈ മോഡലൊക്കെ ഇപ്പോൾ നേരത്തെ ടൈലായിരുന്നു, ആദ്യം വിറ്റായിരുന്നു. പിന്നെ ഇവിടെ കാർപോർച്ച് ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ടൈലും കാർപോർച്ച് വരുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദൃശ്യം വണ്ടിയിൽ അവിടെ വെച്ചാണല്ലോ കമ്പോസ്റ്റ് വഴി ഒഴിക്കുന്നു, അവിടെ വെച്ചാണ് മുടി അടക്കുന്നത്, അവിടെ വെച്ചാണ്. അപ്പോൾ അതിനെ പറ്റി പറയാം. അവിടെ കുഴിച്ചു. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്ലാസ്റ്റിക് പ്ലാവായിട്ട് വന്നു. അപ്പോൾ ആ പെങ്കൊച്ച പുറകിലത്തെ ജനലെന്ന് കാണുന്നു. അത് കുഴിക്കുന്നതായിട്ട് കാണുന്നു. ആ സമയത്ത് ജോലുട്ടി നമ്മുടെ കേബിൾ ടി ഓഫീസിലാണ്. അത് കഴിയുമ്പോൾ ഫുള്ള് ചെളിയായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. തന്നെ അത് കാര്യം പറഞ്ഞു. അങ്ങനെ ഉള്ള കാര്യം പറഞ്ഞു. പിന്നെ ജോലുട്ടി കാറ് കൊണ്ട് കൊക്കയിടുന്നു. അങ്ങനെയൊക്കെയുള്ള സീൻ കാണിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സാധാരണ ഓടി പോകുന്നതും സീൻ കാണിക്കുന്നതാണ്. അപ്പൊ അവസാനം കൊച്ച് എത്ര ഉള്ള കാര്യം എല്ലാം തുറന്നു പറഞ്ഞ ജോജുട്ടി നീ പെട്ടും പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നു. ആശത്ത് ഇരിക്കുന്നു. അപ്പോഴാണ് കഥ മാറുന്നത്. അപ്പൊ തന്നെ ജോജുട്ടി ആ വരന്റെ ബോഡി മാറ്റി അവിടെ ഒരു പശുരാനും ബോഡി വെച്ചു. ചേട്ടൻ്റെ വീട് കുടുംബം പറയോ? എനിക്ക് ഞാനും വൈഫും 2 പെൺമക്കളുമാണ്. മൂത്ത മോള് UK ജോലി ചെയ്യുന്നു, അവളുടെ ഹസ്ബൻഡും. 2 ആൺകൊച്ചും 1 പെൺകൊച്ചും അവർക്ക് അവിടെ പൗരത്വം കിട്ടിയിരിക്കുന്നു. 2ാമത്തെ മോളുടെ ഹസ്ബൻഡായിരുന്നില്ല. അവളും മോനും ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. മോൻ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം SLCക്ക് ഉള്ള ഒരു ഒരുക്കത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ദൃശ്യം സിനിമയിൽ ഇപ്പോൾ 3ാം ഭാഗത്തിൽ ഇപ്പോൾ വേറെ വെറൈറ്റി വന്നിട്ടുണ്ട്. ഒന്നിപ്പോൾ ആ സാധാരണ കുടുംബം വന്നു. പിന്നെ അത് കഴിഞ്ഞ് പൈസയായി, പണക്കാരനായി. പിന്നെ തിയേറ്റർ മേടിക്കുന്നു, അതിൻ്റെ ഉടമയായി. പിന്നെ സിനിമ പിടിക്കുന്നു. 3ാം ഭാഗത്തിലെ സിനിമയിലും ആ ദൃശ്യമാണ് കൊടുത്തേക്കണത്. നമ്മുടെ അത് കൊടുത്തേക്കണതാണ്. അതിൽ ബിജുമേനാണ് മോനെ ജോർജിയുടെ വേഷമായിട്ട് അഭിനയിക്കുന്നു. സ്വന്തം കഥയായി അത് സിനിമ കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ ചേട്ടാ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ ഷൂട്ട് സ്ഥലം സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? കാരണം ജോർജ് കുട്ടി ഒരു സാധാ കർഷകനായിട്ടാണ് ഈ കഥയിൽ. അപ്പോൾ ആ കർഷകൻ്റെതായ ഒരു വീട് അവർ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഈ വീട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോലീസ് വരുന്നു, ജോർജിട്ട് അറസ്റ്റ് ചെയ്യുന്നു, മീനെ അറസ്റ്റ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ വരുന്നു. അങ്ങനെയൊക്കെയോ നിന്നോ? എത്ര ദിവസം ഫസ്റ്റ് സിനിമ ഷൂട്ട് ചെയ്തു? 1ഉം 2ഉം 12 ദിവസം. മൂന്നാമത്തത് 13 ദിവസം ഫുള്ളായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം മഴയുള്ള രാത്രി, അതുപോലെ തന്നെ ഉപ്പും മുളക്, അങ്ങനെ നിരവധി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാഗ്യലക്ഷ്മി അവിടെ തൊടുപുഴ. അതെ, ഉപ്പും മുളകൊക്കെ ഏതാനും ഭാഗമൊക്കെ ഇവിടെയാണ്. പിന്നെ നമ്മുടെ ബാക്ക് സിനിമയിൽ ബാക്കില് സെക്കൻഡ് പാർട്ടില് മീന തേങ്ങ പൊരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു ഫസ്റ്റ് പാർട്ടില് അച്ഛൻ ഇന്നത്തെ ഹർത്താൽ പിന്നെ പറയാൻ പറ്റുമോ? അപ്പോൾ പത്രം വായിക്കുന്നത് ജോർജുട്ടി എന്നാന്ന്. അപ്പോൾ പത്രം വായിക്കാത്ത ആള് ഇങ്ങനെ പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് പത്രം വായിക്കുന്നു. അത് 1 ബൈ ട്വിസ്റ്റ് ആയി പോയി ഫസ്റ്റ് പാടത്തില്. അത് കഴിയുമ്പോഴാണ് പിന്നെ കാറ് മേടിക്കുന്നു. കാറ് മേടിച്ച് കാറ് പോകുന്നു. പിന്നെ ബാക്ക് ഒരു വീട് വരുന്നു, പോലീസ് സെറ്റ് ഇട്ട് വരുന്നു. ഒക്കെ എല്ലാം ചെയ്തതാണ്. എന്നിട്ട് ഇവിടെ എന്നിട്ട് മീൻ റാണി ചേച്ചിയുടെ കൂടെ കിടക്കുന്നു. എന്നിട്ടെല്ലാം രഹസ്യമായിട്ട് പിടിച്ചു വെക്കുന്നു. അന്നത്തെ അവസാനം അത് കൊണ്ട് എല്ലാം ചെയ്ത് സസ്പെൻസ് കൊടുക്കുന്നു. ഇനി ഫോർത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഫോർത്ത് ഉണ്ടെന്ന് അറിയാൻ പാടില്ല. കാരണം ദൃശ്യം സിനിമ അങ്ങനെയാണ് പോകുന്നത്. കാരണം വെച്ചാൽ ദൃശ്യം 3യിൽ പറഞ്ഞത് എനിക്ക് ഇനി മോളെ വേണമെന്നാണ് തിരിച്ചു പറഞ്ഞത്. അപ്പൊ നമുക്ക്
പറയാൻ പറ്റില്ല. ഓ. ജിത്തു ജോസഫ് നല്ലൊരു പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ സാറും ഉള്ളതുകൊണ്ട് പിന്നെ ഡയറക്ടറിന്റെയും ആ ഒരു ഇതും ഗംഭീരമാണ് നമുക്ക്. നമുക്ക് ലാലേട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിയേറ്റർ ഒരു ഇതാണ്, ലാലേട്ടർ ആറാട്ടാണ്. അതുപോലെ തന്നെ പേട്രേറ്റ്, അങ്ങനെ നിരവധി സിനിമകളും മോഹൻലാലും മമ്മൂട്ടി ഒന്നിച്ചുണ്ട്. അങ്ങനെ നിരവധി സിനിമകൾ ഇനി വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട്